ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ കുളിക്കൊക്കെ ചെയ്ത് അമ്പലത്തിലേക്ക് പോവാണ്, കൊട്ടൂർ അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പം എൻ്റെ കൂടെ അമ്മയും അമ്മുമ്മയും കൊട്ടൂർ അമ്പലത്തിലേക്ക് പോരുന്നുണ്ട്. നമ്മൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. നമുക്ക് പരിചയമുള്ള വത്സൻ ചേട്ടനോടെയാണ് പോകുന്നത്. അങ്ങനെ യാത്ര ആരംഭിച്ചു. 10:30 ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ നമ്മൾ കണ്ണവം സ്ഥലത്തെത്തി. കണ്ണവം കാട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ റോഡരികെ നിറയെ കാടുകളൊക്കെ കാണാം. നമ്മുടെ ബാഹുബലിയിലെ അനുഷ്കയുടെ ഫൈറ്റിംഗ് സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. അപ്പം സമയം ഇതാ 12:30 കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരെത്തി. ഇപ്പോൾ ഇതാ നമ്മൾ കൊട്ടിയൂർ പിന്നെ പാർക്കിംഗ് സ്ഥലത്തിലേക്ക് പോവുകയാണ്. അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉച്ചയായതോടുകൂടി അങ്ങനെ ആൾത്തിരക്ക് ഈ പാലത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പം നമ്മളിതാ പാലത്തിലൂടെ അക്കരയ്ക്ക് പോവുകയാണ്. നല്ല രസമുണ്ട് നമ്മുടെ പുഴ ഇങ്ങനെ കാണാൻ, കൊട്ടിയൂർ പുഴ. നമ്മളങ്ങനെ പുഴയിൽ നിന്ന് കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം നമ്മളിങ്ങനെ പോവാണ്. അന്ന് അവിടെ രോഹിണി ആരാധനയായിരുന്നു. അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂർ ശേഷമാണ് ദർശനം നമുക്ക് ലഭിക്കുക. ഒരുപാട് ഭക്തജനങ്ങളുണ്ടായിരുന്നു. നമുക്ക് ദേവസ്വം ബോർഡിൽ ഒരാളെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ദർശനം വേഗത്തിൽ നടത്താൻ പറ്റി. അങ്ങനെ കൺനിറയെ ഭഗവാനെ കൊട്ടിയൂരപ്പനെ കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ തിരുവഞ്ചരയിൽ നിന്ന് കല്ലെടുത്ത് ഞാൻ കല്ലൊരിച്ച് ആ ചന്ദനം നെറ്റിയിൽ അങ്ങനെ ചാർത്തി. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ആനേനൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നല്ല ചൂടുള്ള കാപ്പി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്രസാദം ഉണ്ണിയപ്പം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഓടപ്പൂവൊക്കെ വാങ്ങി. പിന്നെ സേവാഭാരതിയുടെ അന്നദാനം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഒരു 7 ആകുമ്പം വീട്ടിലങ്ങനെ എത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.